ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഹെയറിൽ കളർ അടിക്കുന്ന വീഡിയോ ആണ്. എനിക്കൊന്നും കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ആക്ച്വലി ഏത് കളറാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അടിച്ചിട്ടുള്ളത്, വല്ല പാർലറിലൊക്കെ പോയിട്ടാണെന്നൊക്കെ. എപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ മാത്രമേ അടിക്കുള്ളൂ. ഒരു പ്രാവശ്യം ഞാൻ പോയിട്ട് സാലോണിൽ പോയിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അന്ന് അടിച്ച ശേഷം ഒരു 2 മാസത്തിൽ കൂടുതൽ അത് നിന്നിട്ടില്ല ഗൈസ്. വെറുതെ അത്യാവശ്യം കുറേ പൈസയും കൊടുത്ത് ഒരു സ്ട്രീക്സിനൊക്കെ അവർ വന്നിട്ട് 500 പറയുന്നത്, ഒരു 4-5 അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് പോയി. അപ്പം എനിക്ക് തോന്നി ഇനി ഞാൻ വീട്ടിലല്ലാണ്ട് അവിടെ പോയിട്ട് അടിക്കില്ലാന്ന്. ഞാൻ ഹെയർ കട്ട് വെട്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഹെയറിൽ എന്താ പറയുക, ഇപ്പം കളർ ഇല്ലാണ്ടിരിക്കുന്നതാണ്. ഇപ്പം ചെറുതായിട്ടുള്ളൂ കളറുള്ള പോർഷൻസ് ഒക്കെ ഞാൻ വെട്ടി കളഞ്ഞിട്ടുണ്ട് ഗൈസ്. ഫുള്ള് ബ്ലാക്ക് ഹെയർ ആണ്. നമുക്കിത് അടിച്ചിട്ട് വേണം എൻ്റെ പഴയ ആ ഒരു ടെക്സ്ചറിലേക്ക് എത്താൻ. എനിക്ക് തോന്നുന്നു എനിക്ക് അതാണ് ഇഷ്ടം. എനിക്ക് ഇങ്ങനെ ബ്ലാക്ക് ഹെയറിനേക്കാളും കുറച്ച് കളറായിട്ടുള്ള ഹെയർ ആണ് ഇഷ്ടം. പക്ഷെ ഞാൻ എപ്പോഴും വൈബ്രൻറ്റ് ബ്ലൗണ്ട് പറഞ്ഞിട്ടുള്ള ലൈക്ക് ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നത് മാത്രം എപ്പോഴും അടിക്കാം. എനിക്ക് വേറെ എന്താ റെഡ് ബ്ലൂ അങ്ങനെ അടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. മേ ബി നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം. ഇപ്രാവശ്യം എന്തായാലും എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല ഗൈസ്. നമുക്ക് അപ്പോൾ നമ്മളെ ഓപ്പൺ ചെയ്യാം. നമ്മളെ പെട്ടി നമുക്ക് ഓപ്പൺ ചെയ്യാം ഗൈസ്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സാധനം നമ്മുടെ കയ്യിൽ വന്നിട്ട് കുറച്ച് അത്യാവശ്യം ദിവസമായി. അപ്പം ഞാനത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സാധനം. ഞാൻ വിചാരിച്ചു ഇത്രയും വലിയ ബോക്സിൽ എന്ത് തന്നെ അവർ അയച്ചിട്ടാണ്, ഇത്രയും സ്പേസ് വെറുതെയാണ് ഗൈസ്. നമ്മൾ സ്ട്രീക്സിനെയാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കളർ വരുമോ നമുക്ക് നോക്കാം. ഞാൻ ഇങ്ങനെയാണ് എനിക്ക് അടിക്കാൻ ഇഷ്ടം കേട്ടോ. നമ്മളെ റൂട്ടിൽ നിന്ന് കുറച്ചിങ്ങനെ വിട്ടിട്ട് ഇവിടെ നിന്ന് അടിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ നാളെ മുഖമേ എന്തോ മാറിയ പോലെ നമുക്ക് തോന്നും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ വന്നിട്ട് 2 ബോക്സസ് ആയിരിക്കും. ഓക്കെ, ഇതില് ഫസ്റ്റ് വൺ വന്ന് ഇതിൽ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. നമ്മളെ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞിട്ടാണ് ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ ബോക്സാണ്. ആക്ച്വലി അത് ഓപ്പൺ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പണായി കിടക്കുന്നത്. അപ്പൊ നമുക്കിതില് നമുക്ക് വേണ്ട കളർ ഷെയ്ഡ് നമുക്ക് നോക്കിയെടുക്കാം. ഞാൻ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ ചെയ്ത സമയത്തൊന്നും ഇങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് തരിക, അത് നമ്മളെ ഞാൻ അടിക്കുന്ന ഷെയ്ഡ് വന്നു കഴിഞ്ഞിട്ട് ബ്ലീച്ച് ചെയ്താൽ തന്നെ ആ കളർ വരും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കളറിങ്ങിന്റെ പാട്ടൊന്നും വരില്ലായിരുന്നു. അപ്പൊ ഇതാണ്, ഇതിൽ ഫുൾ കളേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചന്താനം കാണാൻ അങ്ങനെ ഒന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റെപ്സ് തന്നെ ഓരോ ഇതും കൂടി ഉണ്ട് ഗൈസ്. സ്റ്റെപ്പുകൾ നമുക്ക് ഇതിൽ തരുന്നുണ്ട്. അതിന് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഹൗ ടു യൂസ് എന്നിട്ട്. അപ്പൊ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ലൈറ്റനിങ്. ഓക്കെ, നമ്മൾ ഡാർക്ക് ഷെയ്ഡുള്ളത് കുറച്ച് ലൈറ്റ് ചെയ്തായിട്ട് നമുക്ക് നോക്കാം. അതിന് അപ്പോൾ ഒരു പൗഡറും പിന്നെ ഡെവലപ്പറും ആണോ? ഒരു പൗഡറും ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ പൗഡർ വിത്ത് ഡെവലപ്പർ നമ്മൾ മിക്സ് ചെയ്തിട്ട് തേക്കണം ഗൈസ്. നമുക്കിതിൽ ബ്രഷ് വരുന്നുണ്ട്, പിന്നെ അലുമിനിയം ഫോയിലും വരുന്നുണ്ട് കേട്ടോ. നമുക്കിതിൽ ഓരോരോ സ്റ്റെപ്പ് അതിങ്ങനെ എഴുതി തന്നിട്ടുണ്ട്. നമുക്ക് അത്രയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇതുണ്ട്. പക്ഷെ ഞാൻ ഇതെനിക്ക് ഫസ്റ്റ് ടൈം അതൊക്കെ കിട്ടുന്നത്. ഇതൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് എനിക്ക് ഇങ്ങനെ ഒരു പൗഡർ, ഡെവലപ്പറും പിന്നെ ഒരു ഗ്ലൗസ് മാത്രമേ എനിക്ക് ഇത്രയും ദിവസം കിട്ടിയിട്ടുള്ളൂ. ഇപ്പോഴാണ് ഇത്രയും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. ഞാൻ മിക്സ് ചെയ്തിട്ട് കാണിച്ചില്ല ഗൈസ്, കാണാൻ പാടില്ല. നമ്മുടെ സൈഡിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ആളായിരിക്കും നമുക്ക് ചെയ്തു. പിന്നല്ലേ നമ്മൾ ഇതിൽ മാസ്ക് യൂസ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. മാസ്ക് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്കിങ്ങനെ ആ സ്മെല്ലിങ് ഇങ്ങോട്ട് കുത്തി കയറും. ഇപ്പൊ നമുക്ക് ഫീൽ ആവില്ല, നമ്മുടെ ഹെയറിൽ അടിക്കുമ്പോൾ നമുക്കത് മെയിൽ ഫീൽ ആവും. പിന്നെ ജ്യൂസ് പോലെ ഉണ്ട് ഗൈസ്, ജ്യൂസ് പോലെ ഉണ്ട് ഗൈസ്. നമുക്ക് കുടിക്കാം. എന്ത് വരാത്ത എന്തത് മയോണൈസ് പോലെ ഉണ്ട്. തിന്നാ ബ്രഷ് എടുത്ത് ഇളക്കലോട്ട് ഇളക്കല്. ഗൈസ് നമ്മളെ അമ്മയാണ് ഗൈസ് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇടയിൽ അടിക്കണം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയാൻ പാടില്ല. കാണാൻ ഒരുമാതിരി ലുക്കില്ല. ഇനി ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി 30 മിനിറ്റ്സിന് ശേഷം നമ്മൾ വാഷ് ചെയ്യണം. അത് കഴിഞ്ഞ് ഡ്രൈ ചെയ്ത ശേഷം നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞേക്കാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കളർ കമ്മിയുള്ള പോലെ അല്ലേ.
ഷോക്കി നമുക്ക് കളർ കൂടി കൊടുത്ത് നോക്കാം, എന്നിട്ട് എന്താണ് ഉണ്ടാവണമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് കളർ കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ബോക്സ് ആണ് വരുന്നത്. അതിൽ വന്നിട്ട് ഒരു കണ്ടീഷണർ ഉണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്റ്റിക്സിന് തന്നെ ഒരു കണ്ടീഷണർ തരുന്നുണ്ട്. പിന്നെ കളറിൻ്റെ ക്രീമാണ്, ഒരു ക്രീമുണ്ട്. ഇത് ഡെവലപ്പർ തന്നെയാണ് കേട്ടോ, ഡെവലപ്പർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് മിക്സ് ചെയ്തിട്ട് നോക്കാം എങ്ങനെ ഉണ്ടാവും നോക്കാം. നമുക്ക് അമ്മയാണ് ഇട്ടിരുന്നത്. ഒന്നാമത് നമുക്ക് ഫസ്റ്റ് ഇത് ബ്ലീച്ച് ചെയ്തപ്പോൾ ഈ സൈഡിൽ കുറച്ച് കൂടുതലും ഇപ്പോഴത്തെ സൈഡ് കുറവാണ്. സോ നമ്മൾ ഈ സൈഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. പക്ഷെ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട് ഗൈസ്. ഞാൻ ഫസ്റ്റ് ടൈം അടിച്ച സമയത്തില്ല എനിക്ക് ബ്ലീച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഞാൻ ചൂസ് ചെയ്ത കളർ ബേസ് ആയിരിക്കും. അപ്പോൾ ഇതിനൊരു കളർ ഉണ്ട്. എനിക്കിനിപ്പോൾ വൈറ്റ് കളർ ആവുമെന്നൊക്കെ ആലോചിച്ചിട്ടൊരു പേടിയുണ്ട് ഗൈസ്, പേടിയുണ്ട്. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം കേട്ടോ. ഒരുമാതിരി നമുക്ക് സ്മെല്ലേ നല്ല കുത്തുന്ന സ്മെല്ലാണ്. ഗ്ലൗസും പോയിട്ടുണ്ടെങ്കിൽ പ്രാന്താവും, കൈ മുള്ളും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ അമ്മനെ കൂടെ ചെയ്യിപ്പിക്കണം. ഒന്നും ഞാൻ ബാഗത്തെ മുടിയൊന്നും കണ്ടുകാണില്ല. പിന്നെ ക്യാമറയിൽ വെച്ചിട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അത് ഞാൻ അമ്മനെ വിളിച്ചത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാമോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഹെയറിന്റെ ലുക്ക് വരുന്നത്, കളർ അടിച്ചിട്ടുള്ളത്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് എനിക്ക് ആക്ച്വലി റെഡ് അടിക്കണം എന്നായിരുന്നു, പക്ഷേ അമ്മ അടിക്കണ്ടാൻ പറഞ്ഞോണ്ട് ഞാൻ ഈ കളർ തന്നെ അടിച്ചു ഗൈസ്. ഇരിക്കുന്നുണ്ട് നമ്മുടെ മുതല്. അപ്പൊ നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ബൈ.